എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കൊഴുക്കട്ടയാണ്. ഓശാന തിരുനാളായിട്ട് നമുക്കൊരു സോഫ്റ്റായിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗൾ ആദ്യം തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി, ഇടിയപ്പത്തിനും പത്തിരിപ്പൊടിക്കൊക്കെ എടുക്കുന്ന റൈസ് പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ല തിളച്ച ചൂടുവെള്ളം കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്ന അരിപ്പൊടിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഒരല്പം കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് നേരം ഞാനതിങ്ങനെ വെച്ചിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന അതേ രീതി തന്നെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂടുണ്ടാകും, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് നല്ല പോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു ഇത്തിരി നേരം കൂടി വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഒന്ന് കുഴച്ചെടുത്തത്. അപ്പോഴത്തേനും നമുക്ക് കുഴയ്ക്കാൻ പാകത്തിനുള്ള ചൂടൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അത് നല്ലപോലെ തേച്ച് കുഴച്ച് ഇതേ രൂപത്തിൽ എടുത്തു വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി തേങ്ങയും ശർക്കരയൊക്കെ വിളയിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എപ്പോഴും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത്രയും സമയം വെറുതെ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പം ഞാൻ ശർക്കര ഒരു 300 ഗ്രാമും ഒരു വലിയ നാളികേരം ചിരകിയതും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വിളയിച്ച് അതിലൊരല്പം നെയ്യും പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ ഉരുളകൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നാരങ്ങയൊക്കെ പിഴിയുന്ന ആ ഒരു പ്രസ് ഉണ്ടല്ലോ, അതിലൊന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല കുഴിയായിട്ട് കിട്ടും. അതാണ് കേട്ടോ ഈ കൊഴുക്കട്ട ഉണ്ടാക്കാൻ എളുപ്പമാർഗ്ഗം. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കുറേശ്ശെ ഈ തേങ്ങയും ശർക്കരയും വിളയിച്ചത് വെച്ച് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 അറ്റം ഇങ്ങനെ പതുക്കെ ഒന്ന് കൂട്ടി ചേർത്ത് കുറേ ഇങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ചിലപ്പോൾ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ചെറുതാക്കി മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുളയാക്കി എടുത്താൽ മതി. ഈസിയാണ്. കണ്ടില്ലേ, ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെറിയ ഉരുളകളാണ് കേട്ടോ കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചതാ ഇതുപോലെ കൈകൊണ്ടൊന്ന് ആക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ വേറൊരു രീതിയിലും കൂടി കാണിച്ചു തരാം കേട്ടോ. കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് ഇതുപോലെ ഉരുളകളാക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ കണ്ടോ. പണ്ടൊക്കെ ഇതേപോലെ ആയിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ 2 വെച്ചിട്ട് ഇങ്ങനെ കുഴിയാക്കി എടുക്കും. എന്നിട്ട് ഒട്ടുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിങ്ങനെ കയ്യിൽ തൊട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇതും ഈസിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈസി നാരങ്ങയുടെ ആ പ്രസ് ഉണ്ടല്ലോ അതിൽ വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഫില്ലിങ്സ് കുറച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ ചാടി വരും. ശർക്കരയൊക്കെ ഇതുപോലെ വിളയിച്ചതുകൊണ്ട് അതിൻ്റെ കുറച്ച് ലിക്വിഡൊക്കെ ആയിട്ട് പുറത്തേക്ക് ചാടും വെന്ത് വരുമ്പോൾ. അപ്പോൾ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി എടുക്കുക. ചിലത് ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പൊട്ടലൊക്കെ വരും. അതൊക്കെ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇല വെച്ച് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇലയുടെ. അപ്പോൾ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നും വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് മതി. പൊടിയൊക്കെ നല്ലപോലെ വാട്ടി കുഴച്ചതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കൊഴുക്കട്ട റെഡിയാകും. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് അത്രയും മതി കേട്ടോ. നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള കൊഴുക്കട്ട നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.